പറയുന്നില്ല. ഇതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇതൊക്കെ ജനങ്ങളാണ് തീരുമാനം. ആരൊന്നാം സ്ഥാനത്ത്, രണ്ടാം സ്ഥാനത്ത്, മൂന്നാം സ്ഥാനത്തൊക്കെ ഉള്ളത് ജനങ്ങളാണ് തീരുമാനം. നമ്മൾ അതിനൊന്നും പ്രീജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല. ജനങ്ങൾ തീരുമാനം വരട്ടെ. അപ്പോൾ ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത് ആരാണ് 1, 2, 3 എന്നൊക്കെയുള്ളത്. ഇതിലേക്കുള്ള വാർത്തകൾ കമന്റുകളൊക്കെ വരും. നമ്മളതൊന്നും ഒരു പരിധി വിട്ട് സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. വെയിറ്റ് ചെയ്യാൻ ഏതാനും മണിക്കൂറുകൾക്കകം ചിത്രം വയ്ക്കും. അതൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ പാർട്ടിയും മുന്നണിയുമാണ് തീരുമാനിക്കുന്നത്. മന്ത്രിസ്ഥാനമാണ് അതല്ലെങ്കിൽ MP MLA സ്ഥാനമാണ് ഏറ്റവും വലുത് ഞങ്ങൾ കരുതുന്നത്. നല്ല കാര്യം, നമ്മൾ അതിനൊന്നും എതിരല്ല. പക്ഷെ അത് എന്തിനെന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കാഴ്ചപ്പാട്. നല്ല കാര്യങ്ങൾക്ക് ഏത് സ്ഥാനം കിട്ടിയാലും കോട്ടയം പാർലമെന്റ് കേരളത്തിന്റെ പൊതുവായിട്ടുള്ള ആവശ്യം അത് ഇന്ത്യൻ പാർലമെന്റിൽ ഉന്നയിക്കുക, ആ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് UDFന്റെ പൊതു. ആ നിലപാടിനനുസരിച്ച് ഞാനില്ല. ഒരു ടെൻഷന്റെ വിഷയമേ ഇല്ല. ഈ ടെൻഷൻ കൊണ്ട് നമുക്ക് ജനങ്ങളുടെ തീരുമാനത്തിൽ നമുക്ക് പറയാൻ കഴിയും. ആകുലത കൊണ്ട് ആയുസിന്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കാനോ കുറയ്ക്കാനോ കഴിയില്ല എന്ന് പറഞ്ഞ പോലെ എത്ര ടെൻഷൻ എടുത്താലും ഞങ്ങളെടുത്ത തീരുമാനം, ആ തീരുമാനത്തെ നമ്മളൊരു ബാലൻസ്ഡ് ആയിട്ട് അത് മനസ്സാവരിക്കുക എന്നതാണ് തീർച്ചയായിട്ടും ചെയ്യേണ്ടത്. UDFന്റെ ഒരു കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിനനുസരിച്ചാണ് സ്ഥാനാർത്ഥി. നമ്മൾ എന്തുവന്നാലും അതൊരു ബാലൻസ്ഡ് ആയിട്ട് അത് എന്റെ പൊക്കത്തിനനുസരിച്ച് പോകുന്നത് ആ ഒരു രീതിയിൽ ബാലൻസ് ആയിട്ട് സ്വീകരിക്കുക എന്നുള്ളതാണ്. എത്രയോ ഇലക്ഷനുകൾ ഞങ്ങൾക്ക് മത്സരിച്ചിട്ടുണ്ട്. ഇലക്ഷനിലൊക്കെ ജയമുണ്ടാവും, പരാജയം ഉണ്ടാവും, ഭൂരിപക്ഷം കൂടും കുറയും, അതൊക്കെ ഉണ്ടാവും. അല്ല അതിലല്ല, ഞാനിപ്പോഴും ഇങ്ങനെ ഒരു നിലപാടേ എടുത്തിട്ടുള്ളൂ. തുടക്കം മുതൽ അങ്ങനെ ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അതേക്കുറിച്ച് അങ്ങനെ ഒരു ടെൻഷന്റെ ആവശ്യമില്ല. ജനങ്ങളുടെ ഒരു തീരുമാനമാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളാണ് തീരുമാനം. അവരെടുക്കുന്ന തീരുമാനത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളായിട്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ നല്ല മത്സരമാണ് ഞങ്ങൾ അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. അത്ര ആവേശം വേണ്ട, ഒരു സാധാരണ രീതിയിലൊക്കെയുള്ള ആഘോഷങ്ങളൊക്കെ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറുപ്പക്കാരല്ലേ? അതെ, ജനകീയ സമിതിയാണ്. അപ്പൊ അവിടുത്തെ ജനകീയ സമിതി അങ്ങനെ ഒരു തീരുമാനം ചെയ്യാൻ ചെയ്യട്ടെ. ഞങ്ങൾ തുടക്കം മുതൽ ഒരേ സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം നല്ല വിജയം കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടാവും. കോട്ടയം മാത്രമല്ല, നിങ്ങൾ നോക്കിക്കോ, ഈ വോട്ടെണ്ണി കഴിയുമ്പോൾ കേരളത്തിലെ 20 പാർലമെന്റ് മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണി നല്ല രീതിയിൽ